തിരഞ്ഞെടുപ്പുകളുടെ വിജയത്തിന് പല കാരണങ്ങളും ഉണ്ടാകും. അതിൽ സുപ്രധാനമായ ഒരു കാര്യമാണ് സ്ഥാനാർത്ഥി. അതായത് സ്ഥാനാർത്ഥിയുടെ മികവ്. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർ സ്ഥാനാർത്ഥിയുടെ മികവിനെ പറ്റി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാർ, രാഷ്ട്രീയ തന്ത്രശാലികൾ തങ്ങൾ സഹായിക്കുന്ന സ്ഥാനാർത്ഥിയെ ഏറ്റവും കഴിവുള്ളവനാണ് അല്ലെങ്കിൽ ഏറ്റവും മികവുറ്റ ആളാണ് എന്ന ഒരു ധാരണ ആരിലേക്ക് എത്തിക്കുന്നു? സാധാരണ ജനങ്ങളിലേക്ക്. അതിനുവേണ്ടി അവർ എല്ലാ സൂക്ഷ്മാംശങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കുന്നു. അങ്ങനെ സ്ഥാനാർത്ഥിയുടെ ആ മികവ് തെളിയിക്കാൻ വേണ്ടി അവർ പല മാർഗവും സ്വീകരിക്കുന്നു. പല ആളുകളുടെ സേവനവും ഉപയോഗപ്പെടുത്തുന്നു. അതായത് സ്ഥാനാർത്ഥിയുടെ ഡ്രസ്സിൽ വരെ ശ്രദ്ധിക്കുന്നു. അതായത് സ്ഥാനാർത്ഥിക്ക് അനുയോജ്യമായ നിറം ഏതാണ്. അതുകൊണ്ട് തന്നെ ഫാഷൻ ഡിസൈനർമാർ വരെയുള്ള സഹായം സ്വീകരിക്കുന്നു. അതായത് ലളിതവും ഉചിതവുമായ വസ്ത്രത്തിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഏത് തരം ഡ്രസ്സ് ധരിക്കണം, നഗരങ്ങളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം, കോളേജുകളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം, ആ രീതിയിലുള്ള എല്ലാ തന്ത്രങ്ങളും ആർക്ക് നൽകുന്നു? ഈ സ്ഥാനാർത്ഥി. അതേപോലെ സ്ഥാനാർത്ഥികൾ എങ്ങനെ പ്രസംഗിക്കണം, ഏത് രീതിയിൽ പ്രസംഗിച്ചാലാണ് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുക, അതിനുവേണ്ടി മനഃശാസ്ത്രജ്ഞന്മാരുടെയും അതേപോലെ തന്നെ ഭാഷാ വിദഗ്ധന്മാരുടെയും സേവനം ഉപയോഗപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജ് വിദഗ്ധന്മാരുടെ, അതായത് ശരീര ശാസ്ത്ര വിദഗ്ധന്മാരുടെ സേവനവും ഉപയോഗപ്പെടുത്തുന്നു. അതായത് ഈ സ്ഥാനാർത്ഥിയുടെ മികവ് ശക്തിപ്പെടുത്താൻ വേണ്ടി. ഇതുപോലെ തന്നെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യം, തങ്ങളുടെ എതിരാളികൾ, അതായത് തങ്ങൾ സഹായിക്കുന്ന സ്ഥാനാർത്ഥിയുടെ എതിരാളി ആയ സ്ഥാനാർത്ഥിയുടെ കഴിവ് എന്തൊക്കെയാണ്, കഴിവുകേടുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി പഠിക്കുന്നു. ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നു. അങ്ങനെ തങ്ങളുടെ സ്ഥാനാർത്ഥിക്കുള്ള ആ കഴിവിനെ ബൂസ്റ്റ് ചെയ്യുകയും എതിരാളിയായ സ്ഥാനാർത്ഥിയുടെ കഴിവില്ലായ്മ കണ്ടെത്തി അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ സ്ഥാനാർത്ഥികളെ, എതിരാളികളായ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള മതിപ്പ് കുറയുന്നു. അത് എന്തിനെ സ്വാധീനിക്കുന്നു? ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികൾ പലപ്പോഴും ഓരോ മണ്ഡലത്തിലെയും വിവരങ്ങൾ ശേഖരിക്കുന്നു. സാധാരണ ഇലക്ഷൻ്റെ 2-3 വർഷം മുമ്പേ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ മണ്ഡലങ്ങളിലുള്ള എല്ലാ വിവരവും ശേഖരിക്കുന്നു. അതായത് അവിടെയുള്ള ഭൗതിക വസ്തുക്കളും അതേപോലെ തന്നെ വ്യാവസായിക പുരോഗതി, കാർഷിക മേഖലയിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ പഠിക്കുകയും അങ്ങനെ അവിടെ വിഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ആർക്ക് ലഭിക്കുന്നു? ഈ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു. അങ്ങനെ ഓരോ താൻ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും അതിനെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നു. അതായത് വസ്തുതകൾ വെച്ചുകൊണ്ടാണ് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കാരണം ഈ വസ്തുത സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ ഉണ്ടാക്കിയ രേഖകളിൽ നിന്നാണ്. അപ്പോൾ ഈ വസ്തുതകൾ വെച്ചുകൊണ്ട് താൻ മത്സരിക്കുന്ന ആ മണ്ഡലത്തിൽ ഉള്ള വിഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. അതായത് വ്യാവസായിക മേഖലയിലുള്ളത് അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ളത്. ഇനി താൻ വന്നു കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന രീതി അല്ലെങ്കിൽ ഇന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വമ്പിച്ച പുരോഗതി ഉണ്ടാക്കിയെടുക്കും. അതായത് കാർഷിക മേഖലയിലാണെങ്കിൽ അങ്ങനെ, വ്യാവസായിക മേഖലയിലാണെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോൾ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാകും. കാരണം അദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ട്,
ഒരുപാട് കാര്യങ്ങൾ അറിയാം, തങ്ങളുടെ മണ്ഡലത്തിലുള്ള ആവശ്യങ്ങൾ അറിയാം. ആ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പ്രാപ്തനായ വ്യക്തിയാണ് ഇത് എന്ന ധാരണ ആർക്കുണ്ടാകുന്നു? ജനങ്ങൾക്കുണ്ടാവുകയും അങ്ങനെ അത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി എന്ത് ചെയ്യുന്നത്? കൂടുതൽ വോട്ട് കരസ്ഥമാക്കുന്നത്. അതേപോലെ തന്നെ സ്ഥാനാർത്ഥി തുടക്കം, ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ആരംഭം, അപ്പോൾ ആദ്യത്തെ സ്വീകരണം, അത് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നു. അതായത് സ്ഥാനാർത്ഥി ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കുന്നു, ഏറ്റവും നല്ല സംഘാടകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കുന്നു. വിവിധ രീതിയിലുള്ള കലകളോടുകൂടി അവിടെ നടത്തുന്നു. അതേപോലെ തന്നെ ഒരുപാട് കൊച്ചുകുട്ടികളെ കൊണ്ടുവരുന്നു, വൃദ്ധന്മാരെ. ഇപ്പോൾ സ്ഥാനാർത്ഥി ചെയ്യുന്നു, ഈ കുട്ടികളെ ആലിംഗനം ചെയ്യുന്നു, അതുപോലെ തന്നെ വൃദ്ധന്മാരെയും. അപ്പോൾ ഈ കുട്ടികളെയും, അതായത് മുതിർന്ന ആളിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് കുട്ടികൾ. ആ കുട്ടികളെ, വൃദ്ധന്മാരെ, അപ്പോൾ ജനങ്ങൾക്ക് ഒരു ധാരണ വരുന്നു, ഈ സ്ഥാനാർത്ഥിക്ക് ഒരുപാട് ആളുകളുമായി ബന്ധമുണ്ട്, ഒരുപാട് മേഖലയുമായി ബന്ധമുണ്ട്, അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്തും, കുട്ടികളുടെ താല്പര്യമുണ്ട്, വൃദ്ധന്മാരുടെ താല്പര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറുക. വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും കൊടുക്കുന്നത് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.